ഞങ്ങൾ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിക്കുന്നു. ഈ ഉന്നയിക്കപ്പെട്ട 15 വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിദ്യാർത്ഥി വിരുദ്ധ വിഷയങ്ങളിൽ ഞങ്ങൾ സംവാദത്തിന് ക്ഷണിക്കുന്നു. SFIക്കാരൻ്റെ മുദ്രാവാക്യം വിളി കേട്ടാൽ, SFIക്കാരൻ്റെ ശക്തിമത്തായ ഒരു പ്രകടനം കണ്ടാൽ പേടിച്ചു പോകുന്ന ആളാണ് വൈസ് ചാൻസലറെങ്കിൽ പിന്നെ ഈ പണിക്ക് അദ്ദേഹം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹം വല്ല കാര്യമുണ്ടോ ഈ പണിക്ക് നിന്നിട്ട്? വൈസ് ചാൻസലർ ആകുമ്പോൾ സ്വാഭാവികമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ കാണേണ്ടി വരും. അങ്ങനെ കാണേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് പേടിച്ചോടുകയാണോ ചെയ്യേണ്ടത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ണാടിയിൽ അദ്ദേഹം നോക്കേണ്ട സമയം അതിക്രമിച്ചു. കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം പറയണം, ഇങ്ങനെ ഒരു ഗതികെട്ട ജന്മമായി പോയല്ലോ എൻ്റേത്, ഞാൻ എന്തിനീ RSSന്റെ കത്തിക്ക് കീഴിൽ പോയി തലവെച്ച് കൊടുത്തു എന്ന് അദ്ദേഹം സ്വയം പരിദേവിക്കേണ്ട കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഒരാളും അദ്ദേഹത്തെ ആക്രമിക്കാൻ നിൽക്കും. പക്ഷേ ജനാധിപത്യപരമായ വിദ്യാർത്ഥി നിലപാട് സ്വീകരിച്ചു പോകുന്ന അദ്ദേഹത്തിനെതിരായി ജനാധിപത്യപരമായ അതിശക്തമായ സമരം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അദ്ദേഹത്തെ കാണുന്നിടങ്ങളിലെല്ലാം ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ശ്രമം നടത്തും. ആ സമരം അതിശക്തമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ, തെരുവോരങ്ങളിൽ നടത്തും. എത്ര നാളിങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും? കേരളത്തിലെ വിവിധ പൊന്തക്കാടുകളിലും വീടുകളിലും ഫ്ളാറ്റുകളിലും എത്ര നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും? അങ്ങനെ ഒളിച്ചിരുന്നാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് വരട്ടെ. ഇപ്പോഴാണല്ലോ സമരം വന്നത്. ഞാൻ ആദ്യത്തെ ചോദ്യം അതാണ്. വൈസ് ചാൻസലറായി 2022 വന്ന ശേഷം എത്ര ദിവസം സർവകലാശാല വന്നു? എത്ര ദിവസം സമരം ഉണ്ടായിരുന്നു? സമരം വിദ്യാർത്ഥി വിഷയങ്ങൾ വരുമ്പോഴാണ് ഉന്നയിക്കപ്പെടുക. അല്ലാത്ത അദ്ദേഹത്തിന് എന്താ വരാൻ സമയമില്ലാത്തത്? RSS കത്ത് കൊടുത്താൽ അദ്ദേഹം വരും, വിദ്യാർത്ഥികൾ കത്ത് കൊടുത്താൽ വരില്ല. അപ്പൊ നിങ്ങൾ ഇനി ചോദിക്കണം, ഇനി കാണുമ്പോൾ ചോദിക്കണം, ഈ വിഷയങ്ങൾ അങ്ങക്ക് എന്താണ് മറുപടി എന്ന് ചോദിക്കണം.